ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ചീന്തി പോകാറുണ്ട്. അതുകൊണ്ട് നല്ല മൂർച്ചയുള്ള ഗ്രേറ്ററാണിത്. ലാസ്റ്റ് വരുന്നത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തൊലി പോകും. അതുകൊണ്ട് നമ്മളിത് കഴിക്കണം. അത് ടിപ്സ് കേട്ടോ, ക്യാരറ്റ് കഴിക്കുന്നത്. എൻ്റെ അരി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റാം. ചോറ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കുവേ. കാരണം ഈ വലിയ പാത്രം അങ്ങ് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ ഒരുപാട് പാത്രം ഉണ്ടെന്ന് തോന്നത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കും കേട്ടോ ചോറ്. അതാകുമ്പം ആവശ്യത്തിന് എടുത്തിട്ട് പിന്നെ നമുക്കത് ഫ്രിഡ്ജിലെടുത്തങ്ങ് വെക്കാമല്ലോ. ഒരല്പം ചോറ് കൂടി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഈ പാത്രം ഇങ്ങനെ നിറയാറുള്ളതല്ല. 2 നേരത്തേക്കുള്ള ചോറാണേ, ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള. സ്വല്പം കൂടിപ്പോയി. ഞാൻ അളന്നാണ് ഇട്ടത്, പക്ഷെ എന്താ പറ്റുമെന്തോ. എന്നിട്ട് കൈയോടെ ഞാൻ ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കും കേട്ടോ. ഇനി ഞാൻ വളരെ ക്വിക്ക് ആൻഡ് ഈസി ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാൻ പോവാണ്. എൻ്റെ ക്യാരറ്റ് തോരൻ വളരെ സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഒഴിക്കുക. കടുക് പൊട്ടിക്കുക, മുളകിടുക, പിന്നെ കുറച്ച് ജീരകം ആവശ്യത്തിനിടുക. അതും പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില ഇടാം. പക്ഷെ എൻ്റെ കറിവേപ്പില ഇല്ല. ക്യാരറ്റ് ഇടുക.